ലോകത്ത് ഒരു സ്വതന്ത്രമായ സ്വന്തമായ രാഷ്ട്രമില്ലാത്ത ഏറ്റവും വലിയ ജനതയാണ് പലസ്തീനികൾ. എന്നാൽ പലസ്തീനികൾ കഴിഞ്ഞാൽ ലോകത്ത് രാജ്യവും തിരിച്ചറിയൽ കാർഡുമില്ലാത്ത ഒരു ജനതയുണ്ട്. അതാണ് ബജാവുക്കൾ. മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ബ്രൂണെ എന്നീ രാജ്യങ്ങളുടെ കടൽ ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ബജാവുക്കൾ. വർഷങ്ങളും തലമുറകളുമായി ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു രാജ്യത്തും പൗരത്വമില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പീഡനങ്ങൾക്കും ഇവർ ഇരയാവുന്നു. ഇവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 13 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിലാണ്. അത്രത്തോളം ആളുകൾ ഈ രാജ്യങ്ങളിലൂടെ സ്വന്തമായി വിലാസമില്ലാതെ കടലിൽ തന്നെ ജീവിച്ചു കഴിയുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം മത്സ്യമാണ്. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും കടലിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. കടലിലെ വെള്ളത്തിലൂടെ പലതരത്തിലുള്ള സാഹസികതകളിലൂടെയും അവർ ജീവിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ കടൽ ജ്ഞാനമുള്ള, കടൽ ജീവികളെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ള മനുഷ്യരും ഇവർ തന്നെയാണ്. മിക്കവാറും മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുടിലുകളിലാണ് ഇവർ താമസിക്കുന്നത്. കടലിന് മുകളിൽ കുടിലുകൾ കെട്ടുന്നവരുണ്ട്, കടലിൽ കുടിലുകൾ കെട്ടുന്നവരുണ്ട്, കടൽ തീരത്ത് കുടിൽ കെട്ടുന്നവരുമുണ്ട്. പൗരത്വമില്ലാത്തത് കൊണ്ട് തന്നെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ഇവരിൽ വളരെ കൂടുതലാണ്. എത്ര പേർ മരിച്ചെന്നോ എത്ര പേർ ജീവിച്ചിരിക്കുന്നെന്നോ എത്ര പേർ ജനിച്ചെന്നോ കൃത്യമായ കണക്ക് ഒരു സർക്കാരിൻ്റെയും കയ്യിൽ ഇല്ല. അതുപോലെ തന്നെ ജയിലിൽ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണമോ അതല്ലെങ്കിൽ ഒരു രേഖയുമില്ലാതെ ജയിലുകളിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണമോ ഇവർക്കറിയില്ല. ഇവർക്കെന്നല്ല ഒരു സർക്കാരിനും അറിയില്ല. എങ്കിലും കുറച്ചെല്ലാം മനുഷ്യാവകാശ പരിഗണനകൾ കിട്ടുന്ന രാജ്യം ഇവരെ സംബന്ധിച്ച് ഫിലിപ്പീൻസും ഇന്തോനേഷ്യയുമാണ്. മലേഷ്യയിൽ ഇവർക്ക് താരതമ്യേന പരിഗണന കുറവാണ്. എങ്കിലും സ്വാഭാവികമായി ഈ എല്ലാ രാഷ്ട്രങ്ങളും ഇവരെ പിടികൂടുകയാണെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന കുറ്റം ചാർത്തി തടവിലിടും. പരിതാപകരമായ അവസ്ഥ എന്തെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസം നേടാത്തത് കൊണ്ട് തന്നെ ഈ 15 ലക്ഷത്തോളം ജീവിതങ്ങളെക്കുറിച്ച് ലോകത്തിന് മുമ്പിൽ വേവലാതി പറയാൻ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും ലോകപ്രശസ്തമായി വളർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവരെക്കാൾ ചെറിയ ജനസമൂഹത്തിൽ നിന്ന് പോലും ലോകപ്രശസ്ത വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനോട് കൂടെ കൂട്ടി വായിക്കണം. അതിൻ്റെ എല്ലാം പ്രധാന കാരണം വിദ്യാഭ്യാസം തന്നെയാണ്. അതിനുള്ള അവസരം ഈ സമൂഹത്തിനില്ല എന്ന് തന്നെ.